ഹായ്, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അത് സിമ്പിൾ റെസിപ്പി ബിരിയാണിയാണ് കേട്ടോ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുക്കർ എടുക്കുക, അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടിട്ട് തക്കാളി ചേർക്കാം. അതിനോടൊപ്പം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് നല്ലോണം അരച്ച് ചേർത്ത പേസ്റ്റായിരുന്നു. അതും പിന്നെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 കിലോ ചിക്കൻ, ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ ഇതിന് കറി പീസായിരുന്നു കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ചിക്കനായിരുന്നു. അത് പെട്ടെന്ന് ഞാനൊരു ബിരിയാണി മൂഡിലേക്ക് എത്തിയപ്പോൾ അത് ഞാൻ ബിരിയാണിയാക്കി മാറ്റിയതാണ്. അപ്പോൾ അതാണ് ചെറിയ പീസായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ചേർക്കണില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ അതുപോലെ ഞാൻ ഏലക്കായും പിന്നെ കറാമ്പൂവും ചേർത്ത് അതിലേക്ക് തന്നെ തൈര് ചേർക്കാൻ പിന്നെ വിട്ടുപോയിരുന്നു കേട്ടോ. അതിനെ പിന്നെ ഇൻക്ലൂഡ് ആക്കിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സ് ആക്കിയതിന് ശേഷമാണ് തൈര് ചേർത്തിട്ടില്ല, അതേപോലെ മല്ലിച്ചപ്പ് പുതിനയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ ഇത് ഓർമ്മ വന്നപ്പോഴാണ് കേട്ടോ പിന്നെ ഇത് ചേർക്കണത്. അങ്ങനെ തൈര് ചേർക്കുക. തൈര് നമുക്ക് നല്ല പുളി ഉള്ളതാണെങ്കിൽ ഒരുപാടൊന്നും ചേർക്കരുത്, നല്ല കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. അങ്ങനെ തൈര് ചേർത്തും പിന്നെ മല്ലിച്ചപ്പ് പുതിന നല്ല അരിഞ്ഞിട്ട് ചേർക്കാം. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നാണ് പിന്നെ ബിരിയാണിയിലേക്ക് ചാടിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമല്ലോ, പെട്ടെന്ന് തന്നെ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഇത് ബിരിയാണി ആയിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. ടേസ്റ്റിൽ തന്നെ നല്ലൊരു ഒരു പ്രത്യേക രുചിയായിരുന്നു. അപ്പോൾ നല്ലോണം മിക്സാണ് ഇതിന് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല മിക്സാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇത് ഒരുപാട് ഫ്ലെയിം ഓണാക്കി വെക്കരുത്, ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു വിസിലും അതേപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും വെക്കണം. അങ്ങനെ അത് ഫ്ലെയിം ഓഫ് ആക്കണേ. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള റൈസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇതാ തിളച്ചുകൊണ്ടിരിക്കണേ. ബിരിയാണി ഇന്നിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ പിന്നെ ആരോടൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്കുള്ള അരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ മോള് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവളുടേതായ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീഡിയോ ഞാനിതിൽ വീഡിയോസ് നോക്കുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനിതാ ഒരു വിസിൽ വന്നു. പിന്നെ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ റൈസ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുകയാണ്, ബിരിയാണിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബിരിയാണി റെഡിയാക്കി വെക്കാം കേട്ടോ. അത് നമ്മൾ പറഞ്ഞ പോലെ വിസിലൊക്കെ ഓഫായി ഞാനിത് കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്തു. അടുത്ത ട്രിപ്പ് ഉള്ളി പൊരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എൻ്റെ ബിരിയാണിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കണം. ഞാൻ ആ ഒരു ചോറ് വെന്ത പാത്രത്തിൽ തന്നെയാണ് ഇത് ദമ്മാക്കി ഇടുന്നത് കേട്ടോ. അങ്ങനെ രണ്ടും കൂടി മിക്സാക്കി ആദ്യം ഞാൻ മസാല പാത്രത്തിലോട്ടിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ടു, മല്ലിച്ചപ്പും പുതിനയും ഇട്ടു. പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ മറന്നു, വീഡിയോ മിസ്സായിപ്പോയിരുന്നു. അങ്ങനെ നെയ്യ് തൂവി അതിൻ്റെ മേലെ ഞാൻ വീണ്ടും മസാലയും, ഇതിൽ കുറച്ച് വെള്ളം നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷേ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് അത് വെന്തുടയാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിനോട് കൂടിയിട്ട് വെന്ത് നല്ല അടിപൊളിയായി സെറ്റായിട്ട് വരും കേട്ടോ. വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പേടിയും പേടിക്കണ്ട, സെറ്റാവും. പിന്നെ അടുത്ത ലാസ്റ്റ് ലെയറും കൂടി ഇട്ടു. അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് പുതിനയും ഇട്ടു. പിന്നെ പൊരിച്ച് വെച്ച ഉള്ളിയും അതിനോട് മേലെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ദമ്മിടണം. ദമ്മിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. അത്യാവശ്യം റൈസ്